ഓം ശാന്തി. എൻ്റെ മനസ്സ് ശാന്തമാണ്, ബുദ്ധി സ്ഥിരമാണ്. ഞാൻ എൻ്റെ ബ്രാഹ്മണ സ്വരൂപത്തെ കാണുന്നു. ഞാൻ ശിവവംശി, ബ്രഹ്മമുഖ വംശാവലി, ബ്രാഹ്മണ ആത്മാവാണ്. ബ്രഹ്മ ബാബയുടെ ആചരണമനുസരിച്ച് നടക്കുന്ന ഞാൻ ബ്രഹ്മചാരിയാണ്. ഓരോ കാര്യത്തിലും ഫോളോ ഫാദറാകുന്നു. ബാബ് സമാനമാകുന്നു. ഞാൻ ബ്രഹ്മ ബാബ് സമാനം ശിവബാബയുടെ ആജ്ഞാകാരിയായ കുട്ടിയാണ്. ഫോളോ ഫാദർ ചെയ്ത് ബാബയുടെ ആജ്ഞാകാരിയാകുന്നു. അമൃതവേള മുതൽ രാത്രി വരെ മനസാ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിൽ ഏത് ആജ്ഞയാണോ ലഭിച്ചത് ആ ആജ്ഞ അനുസരിച്ച് ഞാൻ നടക്കുന്നു. ഓരോ സമയവും ഓരോ സങ്കല്പവും ബാബയുടെ ആജ്ഞ അനുസരിച്ച് ബാബയുടെ ചുവടിൽ ചുവട് വെച്ച് വ്യവഹാരവും ബാബയുടെ ആജ്ഞ അനുസരിച്ച് മുൻപോട്ടു പോകുന്നു. ഞാൻ ആജ്ഞാകാരി ആത്മാവിന് ബാബയുടെ ആശീർവാദങ്ങൾ പ്രാപ്തമാക്കുന്നു. പരിവാരത്തിൻ്റെ ആശീർവാദങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഹൃദയം സദാ സന്തുഷ്ടമാകുന്നു, മനസ്സ് തൃപ്തമാകുന്നു, ഡബിൾ ലൈറ്റ് ആകുന്നു. ഞാൻ ഫോളോ ഫാദർ ചെയ്ത് ബാപ്പ് ദാദയുടെ സ്നേഹത്തെ പ്രത്യക്ഷമാക്കുന്ന ശ്രേഷ്ഠ ആത്മാവാണ്. ബാപ്പ് ദാദയുടെ ചുവടിൽ ചുവട് വെക്കുന്ന ആജ്ഞാകാരി ശ്രേഷ്ഠാത്മാവാണ്. ഞാൻ ബ്രഹ്മ ബാബ് സമാനം സർവംശത്യാഗി വിശേഷാത്മാവാണ്. ബ്രഹ്മ ബാബ് സമാനം ഫരിസ്ത സ്വരൂപത്തിൽ സ്ഥിതമാക്കുന്നു. ശിവബാബ സമാനം നിരാകാരി സ്വരൂപത്തിൽ സ്ഥിതമാക്കുന്നു. സെക്കൻഡിൽ ഫരിസ്തയാകുന്നു, സെക്കൻഡിൽ നിരാകാരിയാകുന്നു. ഈ പതിത ലോകം പഴയ ഗ്രാമം ഇരിക്കാൻ യോഗ്യമല്ല. എനിക്ക് പാവന ലോകത്തേക്ക് പോകണം. ഞാൻ ആജ്ഞാകാരിയായി ബാബയുടെ മതപ്രകാരം നടക്കുന്നു. എൻ്റെ ഉന്നതി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാപ്പ് ദാദ രണ്ടുപേരും എൻ്റെ ഒരുമിച്ചുണ്ട്. ഞാൻ ആത്മാവാണെന്ന നിശ്ചയം ഉറപ്പാക്കുന്നു. ഒപ്പം ബാബയെയും ഓർമ്മിക്കുന്നു.
അപ്പോൾ എല്ലാ ദുഃഖങ്ങളും ദൂരെയാകുന്നു. മായയുടെ പ്രഭാവം വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പഴയ ലോകത്തിൽ വിനാശമുണ്ടാകണം. പുതിയ ലോകത്തിന്റെ സ്ഥാപനയും ഗുപ്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയുടെ ആജ്ഞാകാരിയും വിശ്വസ്തനുമാകുന്നു. ശിവബാബയാണ് പറഞ്ഞു തരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉത്തരവാദിത്വം ബാബയുടേതാണ്. ശിവബാബയുടേതാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ വളരെയധികം ഉന്നതി ഉണ്ടാകുന്നു. ഈ ആത്മീയ ജ്ഞാനം ഒരു ബാബയിൽ മാത്രമാണുള്ളത്. ആരാണോ നല്ല രീതിയിൽ ബാബയെ ഓർമ്മിക്കുന്നത് അവർ ഉയർന്ന പദവി നേടുന്നു. ഞാൻ അവിനാശിയായ ആത്മാവാണ്. ബാബയും അവിനാശിയാണ്. പതിത പാവനനാണ്. ഞാൻ ബന്ധനമുക്തമാകുന്നു. എല്ലാവർക്കും മന്മനാഭവ എന്ന സന്ദേശം നൽകുന്നു. ഞാനിപ്പോൾ യാചകനിൽ നിന്നും രാജകുമാരനായി മാറുകയാണ്. ഞാൻ പുതിയ ലോകത്തേക്കു വേണ്ടി പഠിക്കുന്നു. പഠിച്ച് പാസ്സാകുമ്പോൾ ദൈവിക കുലത്തിൽ വരും. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ ആത്മാവിൽ എല്ലാ കറകളും ഇല്ലാതാകും. എനിക്ക് 21 ജന്മത്തേക്ക് ആരോഗ്യവും സമ്പാദ്യവും ഉണ്ടാകുന്നു. ഞാൻ ബന്ധനം മുറിക്കാനുള്ള യുക്തി രചിക്കുന്നു. ബാബയോട് മുറിയാത്ത പ്രീതി ഉണ്ടാക്കുന്നു. എല്ലാവർക്കും ബാബയുടെ സന്ദേശം നൽകുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സങ്കൽപ്പമാകുന്ന വിത്തിൽ മംഗളകാരി ശുഭഭാവനകൾ നിറക്കുന്ന വിശ്വമംഗളകാരിയാകുന്നു. ഏവരെയും ബാബയ്ക്ക് സമാനമാക്കി മാറ്റാനുള്ള ഭാവന, നിർബലരെ ബലവാനാക്കാനുള്ള ഭാവന, ദുഃഖിതരെ സുഖികളും ശാന്തരുമാക്കാനുള്ള ഭാവന എന്നിവയുടെ ലഹരിയും ആഗ്രഹവും ഓരോ സങ്കല്പത്തിലും നിറയുന്നു. ഞാൻ ബാബയ്ക്ക് സമാനം വിശ്വമംഗളകാരി ആത്മാവാകുന്നു. മായ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ പരിഭ്രമിക്കുന്നതിനു പകരം പരമാത്മാ മിലനത്തിന്റെ ആനന്ദം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ബാബ നൽകിയിരിക്കുന്ന സൂചനയാണ് അശരീരിയാകുന്നതിനുള്ള അഭ്യാസത്തെ വർദ്ധിപ്പിക്കൂ. ഒരു ബന്ധനങ്ങളും തന്റെ നേരെ ആകർഷിക്കരുത്. ഇതിനായി സദാ നിർലിപ്ത സ്ഥിതി, എന്നാൽ
വേറിട്ടതും സദാ പ്രിയപ്പെട്ടതുമായ അവസ്ഥയുണ്ടാക്കാനുള്ള അഭ്യാസം ചെയ്യണം. ഓം ശാന്തി.